ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ ഏതൊരു വ്യക്തിയും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മൾട്ടിമീറ്റർ. എന്താണ് മൾട്ടിമീറ്റർ, മൾട്ടിമീറ്ററിൽ എന്തൊക്കെ ചെക്ക് ചെയ്യാം, എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടെന്ന് നോക്കാൻ പോകുന്നത് ഈ മൾട്ടിമീറ്ററിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ഈ മൾട്ടിമീറ്ററിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇതൊരു മാസ്റ്റെക്കിൻ്റെ മൾട്ടിമീറ്ററാണ്. ഒരു മൾട്ടിമീറ്റർ വാങ്ങുമ്പോൾ നമുക്ക് സാധാരണ രണ്ട് പ്രോബ് കിട്ടാറുണ്ട്, ഒരു റെഡും ഒരു ബ്ലാക്കും. നോർമലി നമ്മൾ റെഡ് പ്രോബ് കണക്ട് ചെയ്യുക ഈ ഒരു പോർട്ടിലായിരിക്കും. അതായത് ചെറിയ കറണ്ടുകൾ ഉള്ള കേസ് യൂസ് ചെയ്യുന്നിടത്താണ്. അത് മാക്സിമം നമുക്ക് യൂസ് ചെയ്യാവുന്ന 200 മില്ലി ആംപിയറും 250 വോൾട്ടുമാണ്. അപ്പോൾ നമ്മൾ റെഡ് ഇവിടെ കൊടുക്കും. അതിനുശേഷം ബ്ലാക്ക് എപ്പോഴും കോമണും കൊടുക്കും. ഇനി അതല്ല 200 മില്ലി ആംപിയറിന് മേളിൽ ഉള്ള കറണ്ട് ഉള്ള ആംബിയേഴ്സ് ഉള്ള എന്തെങ്കിലും ചെക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഈ റെഡ് പ്രോബ് കണക്ട് ചെയ്യുക ഇവിടെ ആയിരിക്കും. മാക്സിമം 10 ആംപിയർ 250 വോൾട്ട് വരെയാണ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ സാധിക്കുക. ബട്ട് ജനറലി നമ്മൾ മൾട്ടിമീറ്റർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നോക്കിയാൽ നമുക്കറിയാം, ഒരു റോട്ടറി സ്വിച്ച് ഉണ്ട്, ഒരു ഹോൾഡ് ബട്ടൺ ഉണ്ട്, ഒരു ബാക്ക് ലൈറ്റ് ബട്ടൺ ഉണ്ട്. റോട്ടറി സ്വിച്ച് നമുക്ക് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. ഇപ്പോൾ ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഹോൾഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ സാധിക്കും. അത് പെട്ടെന്ന് തന്നെ പോകില്ല. അപ്പോൾ നമ്മളൊരിടത്ത് നോക്കിയിട്ട് ഹോൾഡ് പ്രസ് ചെയ്ത് നമുക്ക് നോട്ട് ചെയ്യാനുള്ള സമയം കിട്ടും. പിന്നെ ബാക്ക് ലൈറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയാണ് ബാക്ക് ലൈറ്റ് സ്വിച്ച് എന്നുള്ളത്. പിന്നെ നമുക്കിതിനകത്ത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മെയിൻലി ഇപ്പോൾ ഈ പ്രോബ് കിടക്കുന്നത് വോൾട്ടേജ് DC വോൾട്ടേജിലാണ്. അതായത് 200 മില്ലി, 220, 200, 600 ഇന്ന വോൾട്ടേജുകൾ നമുക്ക് ഇത് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇത് വോൾട്ടേജ് AC വോൾട്ടേജ്, അത് 600 വോൾട്ട്, 200 വോൾട്ട്, 200 മൈക്രോ വരെ നമുക്ക് ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വരുന്നത് നമുക്ക് ആംബിയേഴ്സാണ്. ആംബിയേഴ്സ് വരുമ്പോൾ നമുക്ക് 2 മില്ലി ആംബിയർ, 20 മില്ലി ആംബിയർ, 200 മില്ലി ആംബിയർ, 10 ആംബിയർ, മാക്സിമം 10 ആംബിയർ വരെ. അതും DC ആംബിയർ മാത്രമേ ഇതിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം HFE എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ശരിക്കും ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഗെയിൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് NPN ആണോ PNP ആണോ ട്രാൻസിസ്റ്റർ ഇൻസേർട്ട് ചെയ്ത് അത് ട്രാൻസിസ്റ്ററിൻ്റെ ഗെയിൻ ചെക്ക് ചെയ്യാൻ ഇത് സാധിക്കുന്നു. പിന്നെ നമുക്കുള്ളത് കണ്ടിന്യൂറ്റി ഓപ്ഷനാണ്. അതായത് ഒരു സർക്യൂട്ട് കണ്ടിന്യൂസ് ആണോ, അതായത് എവിടെയെങ്കിലും ബ്രേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇവിടെ ഒരു വാല്യൂയും കൂടാതെ നമുക്കൊരു ബീപ്പ് സൗണ്ടും ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്കുള്ളത് റെസിസ്റ്റൻസ് ആണ്. അതായത് 200, 2K, 20K, 200K, 2 മെഗാ ഓം ഇന്ന റെസിസ്റ്റൻസ് നമുക്ക് ഇതിലൂടെ മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മെഷർ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കിപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മെഷർ ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ. നമ്മളതെല്ലാം മെഷർ ചെയ്ത്